നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 725th day. Today 5th sloka of Pradhamaskandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 725 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ഓം തത്സത്. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭി എന്നുള്ളത് പര അഭി മനു അനർത്ഥം തത്കൃതം ച അഭിപദ്യതേ. തത്കൃതം ച അഭിപദ്യതേ എന്നുള്ളത് ച അഭിപദ്യതേ എന്നാണ് പദം വരിക. അതായത് ജീവ എന്നാണ് ജീവൻ, പരമാത്മാവ് തന്നെയാണെങ്കിലും യാതൊന്നിനാൽ ഏറ്റവും മോഹിക്കപ്പെട്ട് ആത്മാവിനെ ത്രിഗുണാത്മകം മൂന്ന് ഗുണങ്ങളുടെ ഉള്ളവനായിട്ട് മനുതേ വിചാരിക്കുന്നു. മനുതേ അനർത്ഥം എന്നുള്ളത് മനുതേ അനർത്ഥം എന്നാണ് പദം പിരിക്കേണ്ടത്. മനുതേ വിചാരിക്കുന്നു. തത്കൃതം അവയാൽ ത്രിഗുണാത്മകം അതായത് ത്രിഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന എന്നാണ് ത്രിഗുണാത്മകം. അനർത്ഥത്തെയും അഭിപദ്യത പ്രാപിക്കുന്നു. അതായത് ഈ ജീവൻ അത് ആത്മസ്വരൂപിയാണ് ജീവൻ എന്നാണ് അറിയാൻ. ജീവൻ്റെയും നിലനിർത്തുന്നത് ആ പരമാത്മാവ് തന്നെയാണെങ്കിലും സത്വം, രജസ്, തമസ് എന്നുള്ള ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഈ മോഹമാകുന്ന ആവരണശക്തിയാൽ മറയ്ക്കപ്പെട്ടവനായതുകൊണ്ട് മായയാകുന്ന ഈ രജസ്, തമസ്, സത്വം എന്നീ 3 ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടവനായതുകൊണ്ട് തൻ്റെ സ്വരൂപത്തെ അറിയാത്തവനായിട്ട് മോഹ നിമിത്തം ഞാൻ കർത്താവ്, ഗുണദോഷങ്ങളെ അനുഭവിക്കുന്നവൻ എന്നീ വിധം ഭാവനകൾ നിമിത്തമുണ്ടാകുന്ന അനർത്ഥത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവനുകൾ മോഹത്താൽ ഞാനാണ് ചെയ്യുന്നത്, എൻ്റേതാണ് ഇത്, ഞാനാണ് ദുഃഖം അനുഭവിക്കുന്നത്, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നൊക്കെ കരുതുന്നു. എന്നാൽ ഇതൊന്നും ബാധകമല്ലാത്ത ആത്മസ്വരൂപിയാണ് നമ്മൾ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് അതിൽ തെറ്റുപറ്റിയാലും നല്ലത് വന്നാലും സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത് എന്ന് കരുതി ഞാൻ എന്നുള്ള ആ ഭാവത്തോടു കൂടി ആ മോഹവും ഭാവവും ഉണ്ടാകാനുള്ള കാരണം മായയാണ്. മായ എന്ന ആ ആവരണശക്തിയാണ് നമ്മെ ആ ഉള്ളിലുള്ള പരമാത്മ സ്വരൂപത്തെ അറിയുവാൻ അനുവദിക്കാതെ
മറിക്കുന്നത്. ആ മായയെ അതിക്രമിച്ച് ഉള്ളിലോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപിയെ, ഭഗവത് സ്വരൂപത്തെ കാണുവാനും അതും നമ്മളും തമ്മിൽ ഭിന്നമല്ല, അതാണ് സർവസ്വവും, അതിലൂടെയാണ് താൻ വർത്തിക്കുന്നത്, ഞാനിന്നൊന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആവരണത്തെ, മായയാവുന്ന മോഹത്തെ കടന്നു പോകണം. ഈ മായ കൊണ്ടാണ് നമുക്ക് സർവ്വ അനർത്ഥങ്ങളും ഈ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ വ്യാസർ തൻ്റെ ധ്യാനത്തിലൂടെ കണ്ടറിഞ്ഞു. സരസ്വതി തരത്ത് നാരദരുടെ ഉപദേശം കേട്ട് ലോകനന്മയ്ക്കായി ഒരു ഗ്രന്ഥം നിർമ്മിക്കുന്നതിനായിട്ട് വ്യാസർ, ആ ഗ്രന്ഥമാണ് ശ്രീമദ് മഹാഭാഗവതം, മനുഷ്യരാശിയുടെ നന്മയ്ക്കായിക്കൊണ്ട് രചിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ അനർത്ഥങ്ങൾ ജീവനുകൾക്ക് ഉണ്ടാകുന്നു എന്ന് വ്യാസർ മനസ്സിലാക്കി. സത്വരജ തമോ ത്രിഗുണങ്ങളെ കൊണ്ട് ആണ് സർവ്വ അനർത്ഥങ്ങളും മനുഷ്യർക്കുണ്ടാകുന്നത്. ആ അനർത്ഥങ്ങൾ ഉണ്ടാവാനുള്ള കാരണം സത്വരജ തമോ ഗുണങ്ങളെ മായ മറയ്ക്കുന്നത് കൊണ്ടാണ്. മായ നിമിത്തം മോഹമുണ്ടാവുകയും മോഹം നിമിത്തം സർവ്വ അനർത്ഥങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് വ്യാസർ ധ്യാനത്തിലൂടെ കണ്ടറിഞ്ഞു. വ്യാസർക്കിതൊന്നുമില്ല, വ്യാസർ ആത്മസ്വരൂപിയാണ്. അങ്ങനെ ആത്മസ്വരൂപിയായിട്ടുള്ള വ്യാസർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എപ്പോഴും മഹാത്മാക്കൾ പ്രവർത്തിക്കാറ്. നമുക്ക് അവർ പലതും ചെയ്യുന്നതായിട്ട് തോന്നിയാലും അവരുടെ പ്രവൃത്തികളെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അവർക്കതിൽ നിന്നും ഒന്നും നേടാനില്ല. എല്ലാവർക്കും നന്മയുണ്ടാകണം, തനിക്ക് ലഭിച്ചിട്ടുള്ള അറിവ് എല്ലാവരുമായിട്ട് പങ്കിടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് മഹാത്മാക്കൾ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതും പാരായണങ്ങൾ ചെയ്യുന്നതും മറ്റു പല പ്രവൃത്തികൾ ചെയ്യുന്നതും ലോക നന്മയെ ഉദ്ദേശിച്ച്, ലോകത്തുള്ള മറ്റുള്ള ജീവനുകളുടെ നന്മയെ ആഗ്രഹിച്ചിട്ടാണ്. അതുമാതിരി ലോക നന്മയെ ആഗ്രഹിച്ച് തപസ്സിരുന്ന വ്യാസർക്ക് തൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.